In the last class, we discussed about coherent narrative style and how siblings enhances their communication skills. What was coherent narrative style? Along with the child, when the parent reads a book, the language development increases, along with their literacy development also. ഒരു കൊച്ചിൻ്റെ ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ഭാഷ നമ്മളതിന് സ്പെല്ലിംഗ് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സസ് അതിൻ്റെ ഒപ്പം, അതായത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മളും കൂടെ ഇരുന്ന് കൊച്ചിനെ കാണിച്ച് കൊച്ചിനെ ഇതെന്താന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ബുക്കൊക്കെ കാണിച്ച് വായിക്കുമ്പോൾ, അങ്ങനെ ഒന്നിച്ച് വായിക്കുമ്പോൾ അല്ലെ ഒന്നിച്ച് പറയുമ്പോൾ നോക്കി ഇതെന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നറേറ്റ് ചെയ്ത് പോകുമ്പോൾ കൊച്ചിൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് സാധിക്കും, ഇൻക്രീസ് ആവും. അപ്പോൾ അതാണ് കൊഹറൻറ്റ് നറേറ്റീവ് സ്റ്റൈൽ. അടുത്തതാണ് എങ്ങനെയാണ് ഇനി ഇവർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. സോ ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പറയുന്ന കാര്യം വ്യക്തമായിട്ടും അറേഞ്ച്ഡായിട്ടും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ നമ്മൾ പറയണം. അങ്ങനെ പറയുന്നതിന് പറയുന്ന പേരാണ് റെഫറൻഷ്യൽ കമ്മ്യൂണിക്കേഷണൽ സ്കിൽസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ നിങ്ങളൊരു തീരെ കൊച്ചിനോട് ചോദിച്ചാണ്ടല്ലോ, ആ കൊച്ചു പറയുന്നത് എന്താണെന്നത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് അല്ലാത്തതുകൊണ്ടൊന്നും നമുക്കത് മനസ്സിലാകത്തില്ല. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കറക്റ്റായിട്ട് പറയും അവരെന്താണ് ഉദ്ദേശിച്ചത്, എപ്പോൾ, എങ്ങനെ, എന്ത് നടന്നു, ലൈക്ക് പാസ്റ്റ് ആണോ പ്രസൻ്റ് ആണോ ഫ്യൂച്ചർ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. So, recognize when messages we receive are unclear, so we can ask for more information. These aspects of language. അപ്പോൾ നമുക്കിപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ചോദിക്കുമ്പോൾ അവർക്ക് പിന്നെയും അതിനകത്ത് they can add upon. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് റെഫറൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ പറയുന്ന പോലെ ചിൽഡ്രൻസ് എബിലിറ്റി ടു ഇവാലുവേറ്റ് ദ ആഡിക്വസി ഓഫ് മെസ്സേജസ് ദേ റിസീവ് ഓൾസോ ഇംപ്രൂവ്സ് വിത്ത് ഏജ്. അപ്പം അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, അമ്മ എന്താ പറഞ്ഞത്, അമ്മ എനിക്ക് മനസ്സിലായില്ല. മാണി ഇപ്പം 4 വയസ്സിലൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അമ്മ എനിക്ക് മനസ്സിലായില്ല അത് എന്ന കുട്ടി എന്നോട് പറയും. അപ്പം അവന് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ ക്വാളിറ്റിയും കൂടെ അവർക്ക് അസസ് ചെയ്യാൻ പറ്റും. അറൗണ്ട് ഏജ് 3 പ്രീ സ്കൂളേഴ്സ് സ്റ്റാർട്ട് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ക്ലാരിഫൈ ആംബിഗിയസ് മെസ്സേജസ്. കണ്ടോ? അതായത് നമ്മൾ ഭയങ്കര വെയ്ഗായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ ദി ആസ്കസ്, അവർ ചോദിക്കും അമ്മ എനിക്ക് ഇതൊന്ന് പറഞ്ഞേ, എനിക്ക് അമ്മ എന്താ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയാനുള്ള ഒരു, അല്ലെങ്കിൽ സംടൈംസ് ദേ ആസ്ക് ഓർ സംടൈംസ് ദേ ഡൂ വിയർഡ് തിങ്സ് ഓർ സംടൈംസ് ദേ എന്താ പറയുന്നത്, അവരിങ്ങനെ നമ്മളെ നോക്കും ഇങ്ങനെ. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടില്ല. സോ അറ്റ് ഫസ്റ്റ് ചിൽഡ്രൻ റെക്കഗ്നൈസ് വെൻ എ മെസ്സേജ് പ്രൊവൈഡ്സ് എ പുവർ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ കോൺക്രീറ്റ് ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആദ്യം അവർക്ക് എന്താ പഠിക്കുന്നത്, കോൺക്രീറ്റ് ആയിട്ടുള്ള ടേംസാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് മോനെ നിൻ്റെ എന്താ പറയുന്നത് എഴുതിയത് ശരിയായില്ല, അല്ലെങ്കിൽ യു ആർ നോട്ട് റൈറ്റിംഗ് വെൽ എന്നൊക്കെ പറയുമ്പോൾ കൊച്ചിങ്ങനെ നമ്മളെ നോക്കി എന്താ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഹാൻഡ് റൈറ്റിംഗ്, അതിൻ്റെ ബ്യൂട്ടി, എസ്തെറ്റിക് സെൻസ് ഇതൊന്നും പിള്ളേർക്ക് മനസ്സിലാവത്തില്ല. മനസ്സിലായി? അതായത് മാണി ആദ്യം എഴുതുമ്പോൾ ഇങ്ങനെയാണോ മാണി എഴുതുന്നതെന്ന് ചോദിച്ചാൽ അവൻ ഇറിറ്റേറ്റഡ് ആവും. ബിക്കോസ് ഏയുടെ ഭംഗിക്കല്ല, ഫോർ ചൈൽഡിനെ സംബന്ധിച്ച് കോൺക്രീറ്റ് ആയിട്ട് അവൻ എഴുതുന്നുണ്ട്, അല്ലാതെ അതിന് ഭംഗിയാണോ, അതൊക്കെ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റാണ്. അപ്പോൾ ആദ്യം പിള്ളേർ പഠിക്കുന്നത് കോൺക്രീറ്റ്, പിന്നെയാണ് അവർ അബ്സ്ട്രാക്റ്റ് ആവുന്നത്. ഇനി മറ്റ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വേണ്ട ഇതാണ് നറേറ്റീവ് സ്കിൽ. അതായത് നമുക്കൊരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ്, അതാണ് നറേറ്റീവ്സ്. കോൺവെർസേഷൻ വിത്ത് അഡൽട്ട് അബൌട്ട് പാസ്റ്റ് എക്സ്പീരിയൻസസ് കോൺട്രിബ്യൂട്ട് ടു ഡ്രമാറ്റിക് ഗെയിൻസ് ഇൻ ചിൽഡ്രൻസ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് വെൽ ഓർഗനൈസ്ഡ് ഡീറ്റെയിൽഡ് എക്സ്പ്രസീവ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു കോൺവെർസേഷൻ സ്കില്ലാണ്. നമ്മൾ പറയുന്നതിനെ വ്യക്തമായിട്ട് ഓർഗനൈസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു സ്കില്ലിനെയാണ് നമ്മുടെ നറേറ്റീവ് സ്കില്ലെന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, ചിലർ കഥ പറയുന്നത് കേട്ടാൽ നമ്മൾ ആ സിനിമ കാണുന്ന പോലെ ഇരിക്കും, ചിലർ കഥ പറഞ്ഞാൽ ഇതിലും ഭേദം കേൾക്കാതിരിക്കുന്നതായിരുന്നു നമ്മൾ വിചാരിക്കും. സോ സം പീപ്പിൾ ഹാവ് ദിസ് നറേറ്റീവ് സ്കിൽ ആൻഡ് സം പീപ്പിൾ ലാക്സ് ദാറ്റ്. അതുപോലെ തന്നെയാണ് പിള്ളേരുടെയും ഗ്രാജുവലിയാണ് ഈ നറേറ്റീവ് സ്കിൽ ഇമ്പ്രൂവ് ആവുന്നത്. അതിലൊന്നാണ് ലീപ്പ് ഫ്രോഗ് നറേറ്റീവ്സ്. ആ ഫ്രോഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്, ചാടി പോകും. അപ്പോൾ എന്താണ് ലീപ്പ് ഫ്രോഗിൽ, ആദ്യം ഒന്ന് പറയും, പിന്നെ വാലും തലയില്ലാതെ ആയിരിക്കും അതിൻ്റെ അടുത്തത് പറയും. ചിലരുടെ ആൻസർ പോലെയല്ലേ നിങ്ങളുടെ ആൻസേഴ്സ് പോലെ, അതാണ് ജമ്പിങ് ഫ്രം വൺ ഇവൻറ്റ് ടു ദ അതർ. അങ്ങനെ ചാടിയായിരിക്കും അമ്മ ഞാൻ അവിടെ പോയി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോഴായിരിക്കും പിന്നെ ഞാൻ അവരോട് കളിച്ചേ എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു, അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിന് അങ്ങനെ പ്ലാൻ ചെയ്ത് പറയാൻ അറിയത്തില്ല. അതാണ് ലീപ്പ് ഫ്രോഗ് ചാടുന്ന പോലെ ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ടോപ്പിക്കിലേക്ക് ചാടി പോകും.
പക്ഷേ ഒരു 4:30 തൊട്ട് 5 ഇപ്പം ഇന്ന് രാവിലെ മണി എഴുന്നേറ്റിട്ട് അവൻ എന്നോട് പറഞ്ഞ പോലെ അമ്മ ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ പുള്ളി രാവിലെ എഴുന്നേക്കും, പിന്നെ എന്തായാലും നടക്കാൻ പോകും എൻ്റെ ഫാദറിൻ്റെ കൂട്ടത്തിൽ, എന്നിട്ട് പുള്ളി വന്ന് ക്ലാസ്സിന് കൂടും, എന്നിട്ട് പുള്ളി കഴിക്കും. ഇങ്ങനെ ഹീ കുഡ് അറേഞ്ച് ഇവൻറ്റ്സ് ഇൻ എ ക്രൊണോളജിക്കൽ, അതായത് ആദ്യം നടന്നത് പിന്നെ നടക്കുന്നത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് 4:30 എക്സാക്ട്ലി നൗ ഹീസ് 4.5 എബോവ്. സോ അങ്ങനെ പീസായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. പിന്നെ ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴാണ് ക്ലാസിക് നറേറ്റീവ്സ്. നമുക്കൊരു 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൊച്ചിനോട് ചോദിച്ചാൽ നമ്മളൊരു അഡൽട്ട് സംസാരിക്കുന്ന പോലെ തന്നെ ഫുൾ കഥ നമുക്ക് പറഞ്ഞു തരും. എന്താണ് അതിൻ്റെ അകത്ത്, അതായത് കൊച്ചിന് റെസൊല്യൂഷൻസും കൂടെ, അതായത് ആദ്യം പപ്പ പറയണം ചെയ്യേ, എന്നിട്ട് ഞാനിത് ചെയ്യാം. നമുക്ക് മുന്നോട്ട് കണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതാണ് ക്ലാസിക് നറേറ്റീവ്സ്. ഓക്കെ, ഫൈൻ. അതാണ് പ്രീ സ്കൂളേഴ്സ്. അപ്പോൾ ഈ പയ്യെ അല്ലേ നറേറ്റീവ്സ്, ലീപ്പ് ഫ്രോഗ് നറേറ്റീവ്സ്, ക്ലാസിക് ക്രൊണോളജിക്കൽ നറേറ്റീവ്സ്, ക്ലാസിക് നറേറ്റീവ്സ് ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണ്, ഇവരുടെ മെമ്മറി ലിമിറ്റഡ് വർക്കിംഗ് മെമ്മറി ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ഇവർക്ക് ആദ്യമേ തന്നെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റരുത്. കാരണം നമ്മളൊരു കാര്യം പറയണമെങ്കിൽ നമുക്ക് ആദ്യം തൊട്ട് അവസാനം, നിങ്ങളൊരു എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഫ്ലോയിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കണ്ടൻറ്റും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ചില പോയിൻറ്റ്സ് ഒക്കെ മിസ്സാകുമ്പോഴല്ലേ നമ്മൾ ചാടി പോകുന്നത്. കാരണം അത് മിസ്സായി, അപ്പോൾ നമ്മൾ ചാടി പോകും. അപ്പോൾ അതാണ് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത്, ലിമിറ്റഡ് വർക്കിംഗ് മെമ്മറിയാണ് അവരെക്കൊണ്ട് ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് മാനറിൽ ബിഹേവ് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് യങ് ചിൽഡ്രൻ ഓഫൻ presume more shared knowledge than their listener has, so they offer little orienting. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം മിസ്സാണല്ലോ, നിങ്ങളിതിൻ്റെ ടെക്സ്റ്റ് വായിക്കില്ല എന്ന് മിസ്സിനറിയാം. അതുകൊണ്ട് ഇത് കാണുമ്പോഴേലും പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം, നോട്ടും കൂടെ എഴുതണം. കാര്യമായിട്ടൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ മിസ്സ് അതിനെ ബോൾഡ് ചെയ്തേനെ. സോ പ്രീ സ്കൂളേഴ്സ് നറേറ്റീവ്സ് ഓൾസോ കണ്ടെയ്ൻ ഫ്യൂ ഇവാലുവേഷൻ കമൻസ് അബൌട്ട് ഹൗ. അപ്പം പ്രീ സ്കൂളേഴ്സ് ചിലപ്പോൾ എന്താ പറയുന്നത്, അവർക്ക് എന്താ ഫീൽ ചെയ്തത് എന്താണെന്നൊക്കെ അവർ ചിലപ്പോൾ പറയും. വളരെ ചെറുപ്പം, അത്രയൊന്നും അവർ പറയത്തില്ല. അമ്മ എനിക്കിങ്ങനെ തോന്നി, ചിലപ്പോൾ പറയട്ടെ മണി അമ്മ എനിക്കത് വിഷമം തോന്നി അമ്മ എന്നൊക്കെ ചിലപ്പോൾ പറയും. നമ്മളിങ്ങനെ ഞെട്ടിപ്പോകും, ദൈവമേ ഒരു കൊച്ചിങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ സംടൈംസ് അത് പറയും. പിന്നെ മിഡിൽ ചൈൽഡ്ഹുഡൊക്കെ ആകുമ്പോഴാണ് അവർ വാക്കുകൾ നെക്സ്റ്റ്, ദെൻ, സോ, ഫൈനലി ഇങ്ങനെ അതിനൊരു എന്താ പറയുന്നത്, ഫസ്റ്റ് വി സ്റ്റാർട്ടഡ് വിത്ത് ദിസ്, ദെൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇഫക്റ്റ് തരുന്നത് ലാംഗ്വേജിനതല്ലേ. നമ്മൾ അപ്പോഴാണ് അവർ വന്നത്, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴല്ലേ നമ്മളിങ്ങനെ കോരിത്തരിച്ചിരിക്കുന്നത്. സോ അതാണ് അവിടെ പറയുന്നത്. ദാറ്റ് ഇങ്ങനത്തെ ടേംസൊക്കെ ലേറ്ററിലാണ് ലൈഫിൽ, പിള്ളേരുടെ ഡെവലപ്മെൻറ്റിൽ വരുന്നത്. വെൻ പേരൻസ് യൂസ് ദ ഇലാബറേറ്റീവ് സ്ട്രാറ്റജി. അപ്പം പേരൻസ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പിള്ളേർ എന്ത് ചെയ്യുന്നത്, പിള്ളേർക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ചില പേരൻസിൻ്റെ ഇപ്പം ഞാനിപ്പോഴും ഓർക്കും, ഞാൻ പറയുന്ന പോലെ തന്നെയാണ് എൻ്റെ ഈ ആക്ഷൻസൊക്കെ മാണിയുടെ ഇതിനകത്തും വരും. ബിക്കോസ് ഞാൻ യൂസ് ചെയ്യുന്ന അതേ സ്ട്രാറ്റജീസാണ് ആ കൊച്ചും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേരൻസ് ഇങ്ങനെ ചിലത് നമ്മൾ ഡ്രാമ ക്വീൻ എന്നൊക്കെ പറയുന്ന പോലെ, അപ്പോൾ എന്താണോ പേരൻസ് ചെയ്യുന്നത് അവർ യൂസ് ചെയ്യുന്ന സ്കിൽസും അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസും ആയിരിക്കും പിള്ളേരും കോപ്പി ചെയ്യുന്നത്. And like narratives, make believe play requires children to organize. നമ്മൾ ഓൾറെഡി നിങ്ങൾ പിയാഷയുടെ ഇതിനകത്ത് പഠിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിംബോളിക് പ്ലേയുടെ റെലവൻസ്. സിംബോളിക് പ്ലേ എവിടെയാണ് വരുന്നത്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരുന്നത്. സിംബോളിക് പ്ലേക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പറയില്ലേ കഞ്ഞിയും കറിയും കളിക്കൽ, അത് നിർബന്ധമായിട്ടും അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് ചിൽഡ്രൻ ലേൺ എ ലോട്ട് ഫ്രം ദാറ്റ്. എന്തൊക്കെയാണ് അവർ പഠിക്കുന്നത്, ഡീസെൻട്രലൈസ്ഡ് ആകും, ഇൻറ്റഗ്രേഷൻ പഠിക്കുന്നുണ്ട്, പിന്നെ ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ട്, ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നില്ല. അപ്പം ഇങ്ങനത്തെ കുറച്ച് ക്വാളിറ്റീസ് കിട്ടുന്നുണ്ട്. ഡീസെൻട്രലൈസേഷൻ, പിന്നെന്തായിരുന്നു, ഒരേ സാധനം പല സ്ഥാനത്തിൽ ഉപയോഗിക്കുന്നതിനും കൂടെ പറയുന്നുണ്ട്. അതെന്താ ടേം എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ എനിക്കെന്ന് വേണ്ടിയിട്ടല്ല അവിടെ കളിക്കുന്നത്, എല്ലാവരെയും കൂടെ കൂടിയിട്ട്. അപ്പോൾ ആ സെൽഫിഷ്നെസ്സിനകത്തൊരു മാറ്റം വരും, ആ ഈഗോ സെൻട്രിസം മാറി എല്ലാവരെയും കൂടെ അഡാപ്റ്റ് ചെയ്യും. ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുറേ പ്രവൃത്തികൾ ഒന്നിച്ചാണ് കളിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, മുടി കെട്ടുന്നു, എന്താ പറയുന്നത്, അടുക്കളയിൽ പോകുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇങ്ങനെ അമ്മമാർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കുട്ടി ഫോളോ ചെയ്യുന്നില്ലേ. അതാണ് ഇൻറ്റഗ്രേഷൻ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ടേമും കൂടെ ഉണ്ട്, മിസ് അത് മറന്നു. അത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ പറയുന്നത്.
പിള്ളേർ കളിക്കുമ്പോൾ ഒറിജിനൽ സ്പൂണും ഫോർക്കും ഒക്കെ എടുത്തിട്ടല്ലല്ലോ കളിക്കുന്നത്. ദേ യൂസ് സം അതർ തിങ്സ് അല്ലേ. എന്നുവെച്ചാൽ ഫിക്സേഷൻ ഇല്ലാതെ, ഫിക്സേഷൻ മീൻസ് ഉദ്ദേശിച്ചത് മറ്റേ ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഇല്ലാതെ ഒരു പല കാര്യങ്ങൾ ഉപയോഗിക്കും. ഇപ്പം തോക്കെന്ന് പറഞ്ഞൊരു ചുള്ളിക്കമ്പായിരിക്കും കാണിക്കുന്നത്. ഓൾ ദീസ് തിങ്സ് എൻഹാൻസസ് ദ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇങ്ങനെ കുറേ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്സ് ഒരൊറ്റ കളിയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് ഈ മേക്ക് ബിലീഫ് പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലത്തെ കളി. അവിടെ അവരിങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഡോക്ടറും പേഷ്യൻറ്റും, ഒരു കൊച്ച് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു, ഡോക്ടർ പറയുന്നു. സോ ഈ സെൻറ്റൻസസും ഇതെല്ലാം, അതുപോലെ നറേറ്റീവ് കോമ്പീറ്റ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴല്ലോ അവരുടെ സ്കില്ലാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. സോ ദേ ടോക്ക്, ദേ നറേറ്റ് തിങ്സ്, ദേ പ്രിറ്റൻഡ് ദാറ്റ്, ദേ പ്ലേ ഔട്ട് ദാറ്റ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് അവർക്ക് സ്കിൽസ് കൂടുന്നത്. അപ്പോൾ ഇതൊക്കെ റെലവൻ്റ് ആണ്. നമ്മൾ ഈ വിചാരിക്കുന്നതൊന്നും കുട്ടിക്കളിയല്ല. ഓൾ ദീസ് തിങ്സ് കോൺട്രിബ്യൂട്ട് നോട്ട് ജസ്റ്റ് ടു ദ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ബട്ട് ഓൾസോ ദ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അപ്പം because children pick up the narrative style of parents and other significant adults, their narrative forms vary widely across the cultures. അപ്പോൾ നമ്മൾ പറഞ്ഞു പിള്ളേർ അപ്പനെ അമ്മേനെ നോക്കി പഠിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ കൾച്ചറിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ആൻഡ് ആഫ്രിക്കൻ അമേരിക്കൻകാർ ടോപ്പിക് അസോസിയേറ്റിംഗ് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് അതൊരു പെർട്ടിക്കുലർ സ്റ്റൈലാണ്. അവർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ചിലപ്പോൾ സംസാരിക്കുന്നത്. ബ്ലെൻഡിങ് സെവറൽ സിമിലർ ആനക്ഡോട്ട്സ്, ദ എബിലിറ്റി ടു. അപ്പോൾ ടോപ്പിക് അസോസിയേറ്റിംഗ് സ്റ്റൈലാണ് ആര് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ പറഞ്ഞില്ലേ, ആ വേർഡ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാണ്ട് അതിൻ്റെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിനല്ല. മറിച്ച് അവർ ആ എന്താണോ കണ്ടൻറ്റ് അതിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നായിരിക്കും. നമ്മൾ ജപ്പാൻ അവരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ മാനേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ട് റിച്വൽസ് ഉണ്ട്. ഇങ്ങനെ ഷോ ഓഫ് എന്നല്ല അതിനെ പറയണത്. ഇപ്പം ബെൻഡ് ചെയ്യുക കണ്ടിട്ടില്ലേ നമ്മൾ, ചൈനീസുകാരും ജപ്പാൻകാരും ഒക്കെ ഇങ്ങനത്തെ എന്താ പറയുക പ്രകടനങ്ങൾ, അതായത് സോഷ്യൽ ആക്ടിവിറ്റീസ് അവർക്ക് കൂടുതലായിരിക്കും. വേ ഓഫ് എക്സ്പ്രഷൻ. മറ്റവർക്ക് കുറച്ചും കൂടെ വേർഡ്സിന് മാത്രമാണ്. താങ്ക് യു ഒഫീഷ്യലായിട്ട് അവർ വേർഡ്സാണ്, ടോപ്പിക്കാണ് അവരോട് കൂടുതൽ യൂസ് ചെയ്യുന്നത്. So the ability to generate clear oral narratives contributes to the literacy development, enhancing the reading comprehension and preparing children for producing longer and more explicit. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇങ്ങനെ നറേറ്റീവ്സ് പറയാൻ, പിള്ളേരെ വർത്തമാനം പറയാൻ പ്രേരിപ്പിക്കുമ്പം അവരുടെ ലിറ്ററസി ഡെവലപ്മെൻറ്റും ഒക്കെ സംഭവിക്കും. ഇൻ ഫാമിലീസ് ഹു റെഗുലർലി, ഞാൻ അതുകൊണ്ടാട്ടോ മക്കളെ അത് ബോൾഡ് ചെയ്തത്. In families who regularly eat meals together, children are advanced in language and literacy development. So നിങ്ങൾക്ക് അങ്ങനെ ഒരു മീൽ ടൈം ഇല്ലെങ്കിൽ, ഐ വോണ്ട് യു ഓൾ ടു നോ ദിസ്, ലൈക്ക് സിറ്റിംഗ് ടുഗെദർ. നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് അവരുടെ അടുത്ത് വർത്തമാനം പറയുമ്പോൾ ദേ ടോക്ക് എ ലോട്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ വർത്തമാനം പറയരുതെന്ന് ചില പേരൻസ് പറയും. ഐ എം നോട്ട് ആസ്കിങ് യു ടു ടോക്ക് വൈൽ ഈറ്റിംഗ്, ബട്ട് ഇൻ ദ ടേബിൾ ഡ്യൂറിങ് ദറ്റ് മീൽ ടൈം യു ഹാവ് ടു ടോക്ക്. ഇതും എന്തിന്, അവരുടെ കഥകൾ കേൾക്കാനും സ്കൂളിൽ, ഇതൊക്കെ ഒരു നല്ല പ്രാക്ടീസസ് ആണ്. ഈവൻ ദ ബുക്കിലും ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ചില വീട്ടുകാരിരുന്ന് സംസാരിക്കാറുണ്ട്. ഇപ്പം എന്നെ കേൾക്കുന്നതിൽ കുറച്ച് പേര് ചെയ്യാതിരിക്കും, പക്ഷേ ദറ്റ് ഈസ് എ റെലവൻറ്റ് തിങ്. അതുകൊണ്ടാണ് മിസ് അത് ബോൾഡ് ചെയ്തിട്ടത്, അല്ലാണ്ട് അത് മാർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടല്ല, ലൈഫിൽ യൂസ്ഫുൾ ആയതുകൊണ്ടാണ്. അടുത്തതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? And early as the preschoolers, children are sensitive to language adaptation to social expectations. അതായത് നമുക്ക് സമൂഹം നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലാംഗ്വേജ് പറയുന്നതും അല്ലെ ലാംഗ്വേജിനോടുള്ളൊരു അഡാപ്റ്റേഷൻ കാണിക്കുന്നത്. സോ അതിന് പറയുന്ന പേരാണ് സ്പീച്ച് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. The importance of register adjustments is evident in how often parents teach social routines. ഇപ്പം ഞാനിവിടെ പറയുന്നത് സ്പീച്ച് രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്, ചില ഫാമിലീസിൽ ചില റുട്ടീൻസിനാണ്, ഇതാണ് ഞാൻ മിസ് പറഞ്ഞ സോഷ്യൽ റുട്ടീൻസാണ് ഉദ്ദേശിച്ചത്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ജപ്പാൻ ആ കൾച്ചറുകാർക്ക് കുറച്ചും കൂടെ അങ്ങനത്തെ കാര്യത്തിനും മറ്റൊരു ടോപ്പിക് അസോസിയേഷനോ ടോപ്പിക്സിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന്. സോ ഓരോ കൾച്ചറിലുള്ളവരും എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇവർ സോഷ്യൽ റുട്ടീൻസ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ പറയില്ലേ വിഷ് ചെയ്യാനും ഒക്കെ ആയിരിക്കും അവർ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താ, അതാ താഴെ പറഞ്ഞേക്കുന്നത് ബൈ ബൈ, ടാറ്റ, നമ്മൾ പറയില്ലേ, നമ്മൾ അങ്ങനത്തെ വാക്കുകളാണ് പറയുന്നത്. മറ്റവർ കുറച്ചും കൂടെ എന്താണ്
താങ്ക് യു, ഗുഡ്, ഗുഡ് ബൈ, പ്ലീസ്, ഇതൊക്കെയാണ് പിള്ളേരെ ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പം സ്പീച്ച് രജിസ്റ്റേഴ്സ് ഡിപ്പെൻസ് ഓൺ ദ കൾച്ചർ. അപ്പോൾ ഓരോരുത്തരുടെയും കൾച്ചറിനനുസരിച്ചുള്ളതാണ് അവർ ആദ്യം പഠിപ്പിക്കുന്നത്. ജാപ്പനീസ് കൾച്ചറുകാർ സോഷ്യൽ റുട്ടീൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർ അങ്ങനത്തെ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ ജയ് പറഞ്ഞത് ടാറ്റ, ബൈ ബൈ, അതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുക. ബിക്കോസ് എളുപ്പമുള്ള കാര്യങ്ങൾ അതായതുകൊണ്ടും പിന്നെ നമ്മുടെ കൾച്ചറിൽ നമ്മളത് എംഫസൈസ് ചെയ്യാത്തത് കൊണ്ടും. കണ്ടോ, സം കൾച്ചേഴ്സ് ഹാവ് എലാബറേറ്റ് സിസ്റ്റംസ് ഓഫ് പൊളൈറ്റ് ലാംഗ്വേജ്. അപ്പം ചില കൾച്ചേഴ്സ് അങ്ങനെയാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നതാണ് ജാപ്പനീസുകാർക്ക് അങ്ങനത്തെ ഈ പൊളൈറ്റ്നെസ് അവരുടെ ലാംഗ്വേജിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രീ സ്കൂളേഴ്സിൻ്റെ ഒരു എന്താ പറയുന്നത് ഗുഡ് എമൗണ്ട് ഓഫ് ലാംഗ്വേജ് വിൽ ബി റിലേറ്റഡ് ടു ഓൾ ദീസ് പൊളൈറ്റ്നെസ്സിനെ കുറിച്ചും കൈൻഡ്നെസ്സിനെ കുറിച്ചും ഒക്കെയുള്ള വാക്കുകളാണ് അവർ ആദ്യം പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ നമ്മുടെ കൾച്ചറും നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തതാണ് ഇതിലൂടെ. സോ വിത്ത് ദിസ് നമ്മൾ അങ്ങനെ തീർന്നു. അപ്പോൾ ഇത്രയും നാളത്തെ ക്ലാസ് കേട്ടിട്ട് കുറേ കൺഫ്യൂസിങ് ആണെന്ന് മിസ്സിന് തന്നെ അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഓരോന്നും ഇപ്പം ഞാനീ പറഞ്ഞ ഫോണോളജി, സെമാൻറ്റിക്സ്, ഗ്രാമർ, പ്രഗ്മാറ്റിക്സ്, ഇതെല്ലാം എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. എസ്സേയും 5 മാർക്കും ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് പാടായതുകൊണ്ട് തന്നെ ഇത് മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു എസ് എ ക്വസ്റ്റ്യൻ ഉണ്ട്, മൈൽ സ്റ്റോൺസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. നിങ്ങളുടെ ബുക്കിലുള്ളതാണ്. ഇതെല്ലാവരും ഒന്ന് പോസ് ചെയ്ത് എഴുതിയെടുക്കുക. ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എഴുതിയിട്ടുള്ളവർക്ക് ഇതും കൂടെ വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കണം, മിസ്സ് പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം വരുന്നുണ്ടോ. കൂടുതലുണ്ടെങ്കിൽ കളയണ്ട, കുറവാണെങ്കിൽ അത് എഴുതിയെടുക്കുക, എന്നിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ വിത്ത് ദിസ് നമ്മൾ ഫോണോളജി എന്താണ്, സെമാൻറ്റിക്സ് എന്താണ്, ഗ്രാമർ എന്താണ്, പ്രഗ്മാറ്റിക്സ് എന്താണ്, എല്ലാം നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റി. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യണം. നമ്മൾ ഇത്രയും ഒരു 3-4 ദിവസമായിട്ട് പഠിച്ചത് മുഴുവൻ ഈ ഒരൊറ്റ സിംഗിൾ ഇതിലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ സീനിയേഴ്സിനെ മിസ് ഇത് മാത്രമാണ് പറഞ്ഞു പോയത്. പക്ഷേ ഞാനിപ്പം നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്നത് കണ്ടു. അതുകൊണ്ടാണ് മിസ് ഇത്രയും ക്ലാസ്സസ് എടുത്തത്. ബോറിംഗ് ആണെന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. ഇതേലും നോക്കി കാണാപ്പാഠം പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്, ഇല്ല കാണാപ്പാഠം പഠിച്ച് കയ്യിൽ വെക്കുക. നോട്ട് ഉറപ്പായിട്ടും ഇത്രയത്തിൻ്റെ എഴുതി വെച്ചിട്ട് ഇത്രയും ദിവസം കേട്ടതും കൂടെ ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, സോ വിത്ത് ദിസ് നമ്മൾ ആ ഒരു വലിയ ടോപ്പിക്ക് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് ഇനി മെറ്റാലിംഗ്വിസ്റ്റിക്സും ബൈലിംഗ്വലും ഇതും കൂടെ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു മുക്കാലാവാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു.